മലയാളിയുടെ ആഹാര രീതിയിൽ ഏറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. പാരമ്പര്യേതര വിഭവങ്ങൾ ഒഴിവാക്കി ജങ്ക് ഫുഡിലേക്കും പാശ്ചാത്യ വിഭവങ്ങളിലേക്കും അവർ മാറിയിരിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന്റെ കഥ പറയുന്ന ആ പഴയ കേരളമല്ല ഇന്ന്. മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെ പോലും മാരക രോഗങ്ങൾക്ക് അടിമകളാക്കുന്ന ഭയാനക അവസ്ഥയിലേക്കാണ് മോഡേൺ ഭക്ഷണ സംസ്കാരം വന്നെത്തി നിൽക്കുന്നത്. വേഗത്തിൽ തയ്യാറാക്കാവുന്ന വിഭവങ്ങളാണ് ഫാസ്റ്റ് ഫുഡുകൾ. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാമെങ്കിലും ഇവയുടെ ഭവിഷ്യത്ത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാം. പോഷകങ്ങൾ വളരെ കുറഞ്ഞ കൂടുതൽ ഊർജവും ഉപ്പും നിറഞ്ഞ ഭക്ഷണമാണ് ജങ്ക് ഫുഡ്. ഇവയുടെയൊക്കെ ദൂഷ്യഫലം അറിയാതെയല്ല അവ നമ്മുടെ ടീൻമേശകളിൽ എത്തുന്നത്. മാറുന്ന ജീവിത രീതികളിൽ പലതും മറക്കുന്നുവെന്ന് മാത്രം. കൃത്രിമമായി തയ്യാറാക്കിയെടുക്കുന്ന നിറങ്ങളും വെണ്ണ, നെയ്യ് ഇവയെല്ലാം സസ്യഭക്ഷണത്തിന്റെ നന്മ ഇല്ലാതാക്കി. കുട്ടികളുടെ പ്രിയ വിഭവമായ നൂഡിൽസിൽ അജീനോമോട്ടോയുടെ അളവ് വളരെ കൂടുതലാണ്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ വരെ അജീനോമോട്ടോയുടെ അമിത ഉപയോഗം ബാധിക്കാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കരുതെന്ന് പാക്കറ്റിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളതൊന്നും അത്ര ഗൗരവമായി എടുക്കാറില്ലെന്ന് മാത്രം. ഹൈവേയിലൂടെ ഇന്ന് അരമണിക്കൂർ സഞ്ചരിച്ചാൽ ഇരുവശത്തുമായി ഒരുപാട് മിനി ഷോപ്പുകൾ നമുക്ക് കാണാനാകും. പാലക്കാടൻ കുലുക്കി സർബത്ത്, കോഴിക്കോടൻ കുലുക്കി സർബത്ത്, അങ്ങനെ നിരവധി വിഭവങ്ങൾ. രാത്രിയായി കഴിഞ്ഞാൽ റോഡിനിരുവശത്തും തട്ടുകടകളുടെ മേളവും. കൊടും ചൂടിലൂടെയുള്ള റോഡ് യാത്രയിൽ തണുത്ത രുചികരമായ വെള്ളം ആരും കുതിക്കും. വഴിയരികിലെ കടകളിൽ നിന്ന് ആ സ്വാദ് നുണഞ്ഞ് പിരിയുമ്പോൾ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ആരും ഓർക്കാറേയില്ല. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ശീതളപാനീയ കടകളിലേക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗം തിരിഞ്ഞു നോക്കാറുമില്ല. കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രസിദ്ധമായിരുന്ന കുലുക്കി സർബത്തുകൾ ഞൊടിയിടയിലാണ് എല്ലായിടത്തേക്കും വ്യാപിച്ചത്. ഏതു ജില്ലയിലും ഇപ്പോൾ കോഴിക്കോടൻ കുലുക്കി സർബത്ത് സുലഭമാണ്. പാതയോരത്തും മരത്തണലിലും കുടക്കീഴിലുമൊക്കെ തെർമോക്കോൾ ബോക്സിൽ ഐസും പല നിറത്തിലുള്ള പാനീയങ്ങളും ഉപ്പിലിട്ട മാങ്ങയും നാരങ്ങയുമൊക്കെ കാണാം. കടലോര മേഖലകളിൽ വിൽക്കുന്ന ഐസ്ക്രീമുകളും വ്യാപകമായി കൊണ്ടിരിക്കുന്ന പാനിപൂരി ഷോപ്പുകളും എത്രത്തോളം ഭക്ഷ്യസുരക്ഷ ഉറപ്പുതരുന്നുവെന്ന് അറിയില്ല. രാത്രിയാകുന്നതോടെ വഴിയോരങ്ങളിൽ സജീവമാകുന്ന തട്ടുകടകളിലും അവസ്ഥ ഇതുതന്നെ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ നിബന്ധനകൾ ലംഘിച്ചാണ് മിക്ക ഭക്ഷണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി തട്ടുകടകൾ ഉൾപ്പെടെയുള്ളവ നവീകരിക്കാനുള്ള സർക്കാർ തീരുമാനം എങ്ങും എത്തിയതുമില്ല. ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ടോ? ഇതിനായി എന്ത് മാനദണ്ഡമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? അതോ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദിനചര്യയാണോ നിങ്ങൾ പിന്തുടരുന്നത്? മാറുന്ന ഭക്ഷണ രീതികളും അത് ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളെയും പറ്റി മലയാളികൾ എത്രത്തോളം ബോധവാന്മാരാണെന്ന് അറിയില്ല. എങ്കിലും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും ഗുണനിലവാരമുള്ളതാണെന്ന് നിങ്ങൾ ആരെങ്കിലും ഉറപ്പാക്കാറുണ്ടോ? ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ മികച്ച ആധുനിക സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത്. താൻ കഴിക്കുന്ന ആഹാരം വിഷരഹിതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പൊതുജനം തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ എനിക്കതിൽ പറയാനുള്ളപ്പോൾ ഞാൻ ഈ കുറച്ചു കാലം വിദേശത്ത് ജോലി ചെയ്ത പാർട്ടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ ജോലിക്കാരനായാലും ശരി വലിയവരായാലും ശരി നല്ല ഭക്ഷണവും നല്ല സാധനങ്ങളും എന്താ പറയുന്നത് ധൈര്യപൂർവ്വം നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. കാരണം അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ഫുഡ് സേഫ്റ്റിയാണ്. കാരണം അവിടുത്തെ ആ രാജ്യത്തിലെ ഗവൺമെൻറ്റിനെ ജനങ്ങൾ ഭയക്കുന്നു. അതുകൊണ്ട് അതിൽ ഈ ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ മറ്റ് വിഷമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടുള്ള പരിപാടികളില്ല. കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലാബിൻ്റെ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടു കൊടുക്കുക, അന്ന് വൈകുന്നേരം തന്നെ അതിന് റിപ്പോർട്ട് കിട്ടും. മറിച്ച് നമ്മുടെ കേരളത്തിലോ തിരുവനന്തപുരത്തിനോ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാധനം നമുക്കൊരു സംശയം തോന്നി, ഇതൊരു പരിശോധന നടത്തിയതിന് ശേഷം നമുക്ക് ഇതിനെ പോലീസിലോ അല്ലെങ്കിൽ ഹെൽത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ കംപ്ലയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇവിടെ ആ കൂടെ ഉള്ള ഒരു പബ്ലിക് ലാബാണ്. ആ ലാബിൽ നമ്മൾ ഇന്ന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ശ്മശാനത്തിൽ അസ്ഥി കെട്ടി വയ്ക്കുന്ന പോലെ ആയിരിക്കും അവിടെ കെട്ടി വയ്ക്കുന്നത്. കെട്ടി വെച്ചിട്ട് 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞോ വരാൻ പറയും. കാരണം ഇവിടെ അതിനുള്ള ആൾക്കാരുടെ കുറവും കാര്യങ്ങളൊക്കെയാണ്.
അപ്പം നമുക്ക് വേണ്ടതിന് ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റോഡൊക്കെ തന്നെ ഇരിക്കുന്ന ഈ ഫുട്പാത്തിലൊക്കെ തട്ടുകടകളായാലും ശരി, ഈ മാംസങ്ങളെ കെട്ടിത്തൂക്കിയാണ് കച്ചവടങ്ങൾ ചെയ്യുന്നത്. 4 സൈഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ പുകകളും പൊടിയും ഇതെല്ലാം അതിൽ പറ്റിപ്പിടിച്ച് ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയാണ് ജനം വെച്ച് കഴിക്കുന്നത്. അപ്പോൾ അവർ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ എപ്പോഴും ഉണ്ടായെന്ന് ചോദിക്കുക. അപ്പോൾ ഇതിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവരത്, അതിനൊരു നിയന്ത്രണമില്ല. ഭക്ഷ്യസുരക്ഷാ ലാബുകൾ നിരവധി ഉണ്ടായിട്ടും എന്തുകൊണ്ട് സാധാരണക്കാർ അതിനെ ആശ്രയിക്കുന്നില്ല? അതിലേക്കാണ് നേർക്കൺ അന്വേഷണം നടത്തിയത്. ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരം ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഉൽപ്പന്നമായ വെളിച്ചെണ്ണ സുരക്ഷാ പരിശോധനയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആദ്യപടിയായി 3 കടകളിൽ നിന്ന് വെളിച്ചെണ്ണ സാമ്പിളുകൾ സ്വീകരിച്ചു. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന കൊല്ലത്തെ CEPC ലാബിൽ പരിശോധനയ്ക്കായി നൽകി. സാമ്പിൾ കൈമാറി തിരിച്ചിറങ്ങിയപ്പോഴാണ് പൊതുജനം എന്തുകൊണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ലെന്ന സത്യം മനസ്സിലായത്. 3 വെളിച്ചെണ്ണ സാമ്പിളുകൾ പരിശോധിക്കാൻ ഞങ്ങളിൽ നിന്ന് ഈടാക്കിയത് GST ഉൾപ്പെടെ 6726 രൂപ. അതും 2 ടെസ്റ്റുകൾ ഒഴിവാക്കിയ ശേഷം. മുഴുവൻ പരിശോധനകളും നടത്തിയിരുന്നെങ്കിൽ ആകെ ചെലവാകുക 10,000-ഓളം രൂപ. ഭക്ഷ്യസുരക്ഷാ ലാബുകളിൽ സ്ഥിതി ഇങ്ങനെയായാൽ പൊതുജനത്തിന് എങ്ങനെയാണ് ഇവിടേക്ക് അടുക്കാനാവുക? നമുക്കിപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ഭക്ഷണം മായമെന്നോ മായമല്ലാത്തതെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെയാണ്, കേരളത്തിലായാലും അവസ്ഥ ഇതാണ്. നമ്മൾ ഒന്നാമത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വരണം. അതിനകത്ത് ആകപ്പാടെ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് ഒരു വിധത്തിൽ വിശ്വസിക്കാൻ പറ്റാവുന്ന സാധനം. അതുകൊണ്ട് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കപ്പയും പിന്നെ ചക്കയും പോലുള്ള സാധനങ്ങൾ ഈ മറ്റേ അസുഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനകത്ത് യാതൊരുവിധ സംവിധാനങ്ങൾ ഈ വിഷം കണ്ടുപിടിക്കത്തക്ക യാതൊരുവിധ സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇപ്പം ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലാബിൽ കൊണ്ട് ഏതെങ്കിലും ഒരു സാധനം ഇന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിത് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിച്ച് ഈ സാധനം മോശമാണ്, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ഭീമമായ തുകയാണ് അത് പിന്നെ ഗവൺമെൻറ് ഈടാക്കുന്നത്. അങ്ങനെ ഒരു വ്യാപകമായ തോതിലുള്ള ഒരു ലാബ് സംവിധാനവും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റിയും പിന്നെ ഈ ക്ലീനിങ്ങുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതോടൊപ്പം നടപടിക്രമങ്ങളും കൂടി നടത്തിയാൽ ഈ കാര്യങ്ങൾ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി വളരെ സേഫ്റ്റി ആക്കണം. ഒന്നാമത് റോഡ് സൈഡിൽ ഇപ്പം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ റോഡ് മൊത്തം എല്ലാ സംഭവം നമ്മൾ ഇവിടുന്ന് പിന്നെ ആറ്റിങ്ങലിൽ നിന്ന് നെയ്യാറ്റിങ്കര വരെ പോയ എല്ലാം തട്ടുകടകളാണ്. ആ തട്ടുകടയിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്, മീറ്റർ എല്ലാ സാധനങ്ങളും. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഗ്യാരണ്ടി ഉള്ളതാണോ, നല്ല സാധനം എന്നാണെന്ന് ആർക്കും പരിശോധിക്കാൻ ഒരു സംവിധാനവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. ഏതെങ്കിലും ഇതെടുത്ത് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒന്ന് പരിശോധിക്കാമെന്ന് വെച്ചാൽ അതൊന്നും പരിശോധിച്ച് കിട്ടുന്ന ഒരു സാധനം പരിശോധിക്കുന്ന 2000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഞാനൊരു ഏതെങ്കിലും ഒരു സാധനം 50 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് അത് പരിശോധിക്കാൻ കൊണ്ട് 2000 രൂപയ്ക്ക് എങ്ങനെ പരിശോധിക്കാൻ പോകും? ഒരു പ്രാവശ്യം ചെയ്യും, അതങ്ങ് കളയും. ഗ്യാരണ്ടിയായി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇല്ലെന്നേ നമുക്ക് പറയാൻ പറ്റും. ആകപ്പാടെ ബ്രാൻഡഡായി ചില സാധനങ്ങൾ, ഇപ്പോൾ അവർ ഒരാളിനെ പറയേണ്ട കാര്യമില്ല, ചില സാധനങ്ങൾ നമ്മൾ വിശ്വസിച്ച് വാങ്ങാം, ബാക്കി ഒരു സാധനം അരി നമ്മളിപ്പോൾ ഇവിടുന്ന് പച്ചരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ചാക്കുകളക്കിൽ കൊണ്ടുപോകുന്ന പച്ചരി
മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചമ്പാവരിയായി റോഡിൽ വന്ന് വിവരിയും ഞാനും നിങ്ങൾ വാങ്ങുന്നു. പക്ഷേ ഇത് ആർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്? ഇത് പരിശോധിക്കാൻ പറ്റുന്നുണ്ടോ? പരിശോധിക്കാൻ 1 കിലോ അരി വാങ്ങിച്ച് 50 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം കൊണ്ട് പരിശോധിക്കാൻ പോകണമെങ്കിൽ 2000 രൂപ. താൻ കഴിക്കുന്ന ആഹാരം വിഷരഹിതമാണോ അല്ലയോ എന്ന് ഒരു സാധാരണക്കാരൻ അറിയണമെങ്കിൽ അതിനായി അവൻ നൽകേണ്ടി വരുന്നത് ഭീമമായ തുകയാണ്. സർക്കാരിന്റെ തന്നെ ഭക്ഷ്യസുരക്ഷാ ലാബുകളിൽ പരിശോധനയ്ക്കായി വൻ തുകയാണ് ഈടാക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുറമെ കുടിവെള്ളമാണ് ഏറ്റവും കൂടുതലായി ലാബുകളിൽ എത്തുന്നത്. പരിശോധനയ്ക്കായി എത്തുന്ന സാധാരണക്കാരും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി ലാബുകളിൽ സാമ്പിളുകൾ നൽകുന്ന വിദ്യാർത്ഥികളും വിലകേട്ട് ഞെട്ടുന്ന കാഴ്ചകൾക്കും നേർക്കണ്ണ് സാക്ഷിയായി. അമിത വില നൽകാൻ കഴിയാതെ കൊണ്ടുവന്ന സാമ്പിളുകളുമായി പലരും തിരിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഈ നമ്മൾ കൊടുക്കുന്ന ഏത് ഭക്ഷണ സാധനങ്ങളും അത് ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നതോ നമ്മൾ വിൽക്കുന്നതോ ആയിട്ടുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തെങ്കിലും സുരക്ഷിതമാണോ ഇല്ലെന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യം അത് സർക്കാർ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അഥവാ സർക്കാർ ഉറപ്പുവരുത്താത്ത വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് അതിൽ പോകുകയാണെങ്കിൽ ഗവൺമെന്റ് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇത് 100% നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിനോട് എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായം ഇതാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. നമ്മൾ വയറ്റിനകത്ത് പോകുന്ന ആഹാരം പിന്നെ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട വിഷയമല്ലേ. ഒന്നാമത് ഇന്ന് നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷനിൽ ഒരു വലിയ വിഭാഗം ക്യാൻസറും അതുകൊണ്ട് ഒരുപാട് വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് അസുഖങ്ങളും മറ്റുമൊക്കെ ആൾക്കാർ പറയുന്നത് വിഷം ലിപ്തമായ പച്ചക്കറികള് ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും സ്വാഭാവികമായി പല സംഗതികളിലും ഇപ്പൊ കമ്പനി പാക്ക് ചെയ്ത് വരുന്ന ഫുഡ് ഇൻഡസ്ട്രീസ് വരുന്ന വലിയ കമ്പനികളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോലും നമുക്ക് വിഷലിപ്തമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കണ്ടത് ഒരു സ്വകാര്യ ലാബിലെ കാര്യമല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന സ്ഥാപനത്തിൽ സ്ഥിതി ഇങ്ങനെയെങ്കിൽ മറ്റിടങ്ങളിലെ കാര്യം പറയുകയേ വേണ്ട. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഞങ്ങൾ CFRDയുടെ കോന്നിയിലുള്ള ലാബിൽ പരിശോധന നടത്തിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ വിതരണം നടത്തുന്നത്. ഓരോ ടെൻഡറും നടക്കുന്ന സന്ദർഭത്തിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സാമ്പിൾ എടുത്ത് CFRD കൊടുത്ത് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അത് പർച്ചേസ് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യവസ്തുക്കളിൽ വന്നു കൂടിയിരിക്കുന്ന ഈ മായം അത് നമ്മുടെ ആരോഗ്യത്തെ അങ്ങേയറ്റം കാര്യമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ലാബ് സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധ വേണ്ട സ്ഥാപനങ്ങളിൽ അതില്ലാതെ വരികയും അനാവശ്യ ചെലവുകൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നത് മാറിവരുന്ന സർക്കാരുകളുടെ പതിവ് നടപടിയാണ്. ഈ കാണുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന കോന്നിയിലെ കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററാണ്. 35 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ തന്നെ പ്രമുഖ ഭക്ഷ്യസുരക്ഷാ ലാബായ ഇവിടേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായ ശ്രദ്ധ എത്തുന്നില്ലെന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാട് കയറി നശിക്കുന്ന ഓഫീസും ക്ലാസ് മുറികളും. ഇങ്ങനെയൊരു സ്ഥാപനമുണ്ടെന്ന് പത്തനംതിട്ട ജില്ലക്കാർക്ക് പോലും അറിയില്ലായിരിക്കും. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ നൂതന സാങ്കേതിക വിദ്യകൾ സാധ്യമായിട്ടുള്ള ഇത്തരം ലബോറട്ടറികൾ അവഗണനയുടെ പട്ടികയിൽ ഇടം പിടിക്കേണ്ടവയല്ല. കോടികൾ മുടക്കി വൻകിട സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലല്ല, അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലാണ് പ്രവർത്തന വിജയം.
ഏഷ്യയിലെ തന്നെ 1ാം സ്ഥാനം ഉള്ള ഒരു ലാബാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളത് അവിടെ സ്ഥാപിക്കുമ്പോൾ വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഥാപിച്ചത്. അപ്പോൾ ആ ലാബ് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടണം. ഞാൻ തന്നെ നിയമസഭയിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ നിയമസഭയിൽ കൊണ്ടുവന്നൊരു കാര്യമാണ്. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി അത് പരിശോധിക്കുവാനും അതിൻ്റെ നല്ല റിസൾട്ടുകൾ ലഭിക്കുവാനും കഴിയുന്ന ഒന്നാണ്. അത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇതിനെ ഫലപ്രദമായി ഇട്ടുള്ള പ്രചരണങ്ങൾ കൊടുക്കുകയും മാത്രമല്ല ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പരിശോധനകൾ നടത്തണം എന്ന് ഗവൺമെൻറ് ഉത്തരവ് കൊടുക്കാം. ഇപ്പോൾ അത് ചിലവ് ഏറിയതാണ് എന്നതിനെക്കുറിച്ച് പറയുന്നതിലൊരർത്ഥമുണ്ട്. ഇതിൻ്റെ പരിശോധന നടത്തുന്നത് ചിലവുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങൾ പരിശോധന നടത്തുന്നതിനെ സബ്സിഡൈസ് ചെയ്തുകൊണ്ട് കൊടുക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് ഇറക്കാം. ഗവൺമെൻറ് അങ്ങനെ തീരുമാനം ഇറക്കിയാൽ തീർച്ചയായിട്ടും ഈ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മേഖലകളിൽ പോയി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ സാധനങ്ങൾ പരിശോധിക്കുവാൻ ഈ ലാബ് വിനിയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് പോകണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയുന്നതാണ് ഭക്ഷ്യസുരക്ഷാ ലാബുകൾ. എന്നാൽ ഇന്ന് അതിന് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഒന്നേയുള്ളൂ, ഭാരിച്ച സാമ്പത്തിക ചെലവ്. നല്ല റേറ്റാണ് ഈ ലാബിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിന് കൊടുക്കേണ്ടി വരുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചോളം താങ്ങാൻ കഴിയുന്നതല്ല എന്നുള്ളത് ശരിയാണ്. അതെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ വിദഗ്ധന്മാരുമായിട്ട് ഇപ്പോൾ CFRDയുടെ ചുമതലക്കാരുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് അതിന്മേൽ എങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് പരിശോധിക്കാം. കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും മെച്ചപ്പെട്ടതാണെന്ന് ഉറപ്പാക്കാൻ സാധാരണക്കാരന് അവസരമുണ്ടാകണം. അത് സാധിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ട സൗകര്യമൊരുക്കണം. അത് നടക്കാതെ വരുമ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്നത് നികുതി അടയ്ക്കുന്ന സാധാരണക്കാരാണെന്ന് കൂടി ഓർത്താൽ നന്ന്. മറ്റൊരു നേർക്കാഴ്ചയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, നേർക്കണ്ണ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9946108174.